ശ്രീ പി കെ ഓമൻ, ഇവിടെ ഇവിടെ താങ്കൾ നേരത്തെ പരോക്ഷമായി പറഞ്ഞത് ഈ പറയുന്ന പോറ്റിയും റൊദ്ദം ജ്വല്ലറി ഉടമയൊക്കെ സോണിയാഗാന്ധിയെ പോയി കണ്ട ചിത്രങ്ങളൊക്കെയാണ് പറയുന്നത്. അത് 2019 ശേഷമല്ല. ഇപ്പോൾ നിലവിൽ എസ്റ്റേറ്റ് കണ്ടെന്ന് 2019 കൊള്ള തുടങ്ങി, 2024 തുടർച്ചയൊക്കെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു കൊള്ള ശ്രമം ഉണ്ടാവുന്നു എന്നൊക്കെയാണല്ലോ ഇപ്പോഴുള്ള കണ്ടെത്തൽ. ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞ വാദം പറയാൻ കഴിയുമോ? ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഈ മാരകമായ കൊള്ള രാഷ്ട്രീയമായാണെങ്കിലും പ്രതിരോധിക്കാൻ പറ്റുമോ ശ്രീ പി കെ ഗോപൻ? യഥാർത്ഥത്തിൽ ശ്രീ ഹാഷ്മി, അങ്ങയുടെ ചോദ്യമുണ്ട്, 3 പേരുടെ ചർച്ചയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റണം. ഒന്ന്, ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണമാണ്. അതൊരു നിയമവിദഗ്ധൻ തന്നെ വന്നിരുന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അത്തരം ഒരു ചർച്ച നടത്തിയാൽ അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചല്ല ഈ ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം. അത് മറ്റൊരു കോടതിയാണ്, സിംഗിൾ ബെഞ്ചാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും SIT കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നതുമായ മേഖലയെന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചാണ്. ആ ബെഞ്ച് ഇത്തരം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ബെഞ്ചാണ് ഇത് പ്രകടിപ്പിച്ചത്. മറ്റവരുടെ മുമ്പിൽ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. SITയെ സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു തരത്തിലും ഇടപെടാതെ ബഹുമാന്യ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ മാത്രം നടക്കുന്ന ഒരു സംവിധാനമാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് SITയുടെ ഒരു മിടുക്കായിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അന്ന് പറഞ്ഞു, SIT നിങ്ങളുടെ കയ്യിലല്ല, അത് കോടതിയുടെ കയ്യിലാണ്, അതുകൊണ്ട് നിങ്ങൾ മിടുക്കെടുക്കണ്ട. ഇനി പത്മകുമാറിന് ശേഷം ആരെങ്കിലും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്തോണം, അതിൻ്റെ ഉത്തരവാദിത്വം SIT എടുത്തോണം. ഈ ഇരട്ടത്താപ്പ് കേരളീയ സമൂഹം തിരിച്ചറിയും. അതുകൊണ്ട് SITയുടെ പ്രവർത്തനം നന്നായിട്ട് തന്നെ പോകുന്നു, അതിൽ സർക്കാർ ഇടപെടുന്നില്ല. പക്ഷേ മാധ്യമങ്ങളും പ്രതിപക്ഷവും നാളെ ഇന്നാരെ അറസ്റ്റ് ചെയ്യണം, മറ്റന്നാൾ ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നൊരു ലിസ്റ്റ് കൊടുത്തിട്ട് SITയെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് തെളിവുകൾ കിട്ടാതെ, അവർക്ക് കോടതിയുടെ മുമ്പിൽ ഇത് കൃത്യമായി ബോധിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ മാത്രമേ അവർക്ക് അറസ്റ്റിലേക്ക് പോകാൻ പറ്റൂ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇത് വളരെ കൃത്യമാകാൻ പോവുകയാണ്. അതിനകത്ത് സോണിയാഗാന്ധിയുടെ പേരൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല. പക്ഷേ ഞാൻ അങ്ങനെ പറയുമെന്ന് ഭയപ്പെട്ട് തന്നെ UDFൻ്റെ പ്രതിനിധി ശ്രീ വസന്ത് അതിന് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് വർത്തമാനം പറയുകയാണ്. നിങ്ങൾ അന്വേഷിച്ചോ, നിങ്ങൾ അവരുടെ പേര് കേസെട്, അവരുടെ പേര് നടപടിയെട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നിട്ട് അങ്ങ് പറയുന്നത് 2019 മുമ്പുള്ള ഫോട്ടോ ആണ്. എന്നുള്ള ഫോട്ടോ ആണെന്നൊക്കെ ഉള്ളത് ആരെങ്കിലും ബോധ്യപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞില്ല 2019 ശേഷമുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ 2019 മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ ഒരാൾ, അങ്ങക്കറിയാമല്ലോ, കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവരുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഡൽഹി ചെന്നിട്ട് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഡേറ്റ് ചോദിച്ച് കിട്ടാത്ത വലിയ ചർച്ച ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ പല MP-മാർക്കും ഡേറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലെ പ്രധാന മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക്. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രവേശന അനുമതി ലഭിക്കുന്നത്, ഗോവർദ്ധന് പ്രവേശന അനുമതി ലഭിക്കുന്നത്, ഭണ്ഡാരിക്ക് അനുമതി ലഭിക്കുന്നത്? ഇനി കൊണ്ടുപോകുന്നതാരാ? ഇന്നത്തെ UDFൻ്റെ കൺവീനർ, ശബരിമല ഉൾപ്പെടുന്ന സ്ഥലത്തെ MLA, അതുപോലെ തന്നെ ആ പ്രദേശത്തെ MP ശ്രീ ആൻഡോ ആൻ്റണി, ഇവരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ ശ്രീമതി സോണിയാഗാന്ധിയുടെ മുമ്പിൽ കൊണ്ടുചെല്ലണമെങ്കിൽ അതിന് പ്രവേശനാനുമതി കിട്ടണം. എയർപോർട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ സെൽഫി എടുക്കുന്ന പോലല്ല. ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടു ചെന്ന് നിന്ന് ആരും എടുക്കും, നിങ്ങളും എടുക്കും, ഞാനും എടുക്കും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ സെലിബ്രിറ്റി എടുക്കും. നമ്മളൊക്കെ അങ്ങനെ വ്യക്തിപരമായി എടുക്കില്ലെന്ന് വേറെ പ്രശ്നം. പൊതുവെ ആളുകൾ അങ്ങനെ സ്വീകരിക്കും. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതല്ല, ഇത് വെൽ പ്ലാൻഡ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഗോവർദ്ധൻ അവിടെ വെച്ച് മനോഹരമായ ഒരു സമ്മാനം അത് ആ ഫോട്ടോയിലുണ്ട്, ശ്രീമതി സോണിയാഗാന്ധിക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ അർത്ഥം സ്വർണ്ണപ്പാളിയുടെ വിഹിതമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സംഭവം എന്താ, അത്രയും വലിയ ബന്ധം കോൺഗ്രസ് നേതൃത്വമായിട്ട് സ്വർണ്ണപ്പാളി കട്ടത് 2019 2019 മുമ്പ് സ്വർണ്ണപ്പാളി വിധം കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ പറയാതെ 2010 അതില്ലേ ഞാൻ താങ്കൾക്ക് വ്യക്തത ഉണ്ടെങ്കിൽ പറയണം. ഞാൻ പറഞ്ഞ സ്വർണ്ണപ്പാളിയുടെ വിഹിതം കൊണ്ട് സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു എന്ന് താങ്കൾ ആരോപിക്കുകയാണെങ്കിൽ 2019 ശേഷമാണോ പോയി കണ്ടത്? താങ്കൾക്ക് ബോധ്യം ഉണ്ടാവണ്ടേ? ബോധ്യം ഇല്ലാത്ത കാര്യം പറയാമോ? ഹാഷ്മി ശ്രീ ഹാഷ്മി താജെ, നിങ്ങൾ എന്ത് ഉത്തരവാദിത്തത്തിലെ വർത്താനം പറഞ്ഞേ? ബ്രേസ്ലെറ്റ് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചോ? ഉപയോഗിച്ചു. ചരട് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചോ? കെട്ടുന്ന കാര്യം ഞാൻ ഉപയോഗിച്ചോ? ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ മുൻധാരണയിൽ ഇരുന്നുകൊണ്ട് പറയുക. മറ്റ് ചർച്ചകളിൽ വന്ന കാര്യം അത്. ഞാൻ വേറെ ചർച്ചയെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല, ഈ ചർച്ചയെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇതുവരെ ആ വാക്ക് ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 2010 എങ്ങനെ 2019 അവിടുത്തെ പാളിയുടെ വിഹിതം കൊണ്ട് സോണിയാഗാന്ധി കൊടുത്തോ? താങ്കൾ എന്ത് ബോധ്യത്തിലാ പറയുന്നേ?
ഞാൻ പറയുന്നില്ല സാർ അങ്ങനെ. നിങ്ങൾ എന്തിനും തെറ്റായി എന്റെ വാചകത്തെ തെറ്റിപ്പോന്നേ. ഞാൻ പറഞ്ഞത് സ്വർണ്ണപ്പാളിയുടെ വിഹിതമാണ്. നിങ്ങൾ കേൾക്ക് മിസ്റ്റർ, നിങ്ങൾ കേൾക്ക്. 2019 ശേഷം അതിന് മുമ്പോ എന്നുള്ളതല്ല എൻ്റെ വാദം. ഇതാണ് സോണിയാഗാന്ധിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് സ്വർണ്ണപ്പാളി കൊടുത്തോ ഇല്ലയോ എന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല. എൻ്റെ പോയിന്റ് വേറെയാണ്. അതിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകണ്ട. അത് കൺവിൻസ് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 2019 മുമ്പോ ശേഷം എന്നും ആവട്ടെ കൊണ്ടു കൊടുത്ത സ്വർണ്ണമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സമ്മാന പൊതി കൊടുക്കുന്ന പടം ഉണ്ട് അതിനകത്ത്. അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ അതൊരു കേക്കായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ അങ്ങനെ സോണിയാഗാന്ധിയുടെ അനുവാദം വാങ്ങിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ ഒരു സാധാരണ പ്രതിപക്ഷ നിരയിൽപ്പെട്ട ഒരാൾ ചെയ്യുമോ? വേറൊരു പാർട്ടിപ്പെട്ട നമുക്ക് മുന്നിലുള്ള എന്താണ്? ആത്മബന്ധമുള്ളവർ ഞാൻ പറഞ്ഞു, ഇപ്പൊ ചിത്രമാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം നിൽക്കുന്ന സംഘമായി നിൽക്കുന്ന ചിത്രമുണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി 1-to-1 ഒരു 2 കസേര സംസാരിക്കുന്ന ചിത്രമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ അതിൽ പങ്കുണ്ട് എന്നാണോ ഞങ്ങളുടെ ലോജിക്ക്? നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം 2019 നാട് ഞെട്ടിയ ഒരു മഹാകൊള്ളയുണ്ടായി. ആ കൊള്ള അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് ബന്ധമുണ്ടോ എന്ന് കോടതിക്ക് സംശയമുള്ള ഒരു കൊള്ളയാണ്. ഇപ്പോഴും സ്വർണ്ണം എവിടെയാണെന്ന് കണ്ടെത്താൻ SIT കഴിയുന്നില്ല. അങ്ങനെ ഗുരുതരമായ ഒരു 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 ക്ഷേത്ര കവർച്ചയുടെ കാര്യത്തിൽ അങ്ങ് ഏതെങ്കിലും ചിത്രം പറഞ്ഞ് പ്രതിരോധിക്കുന്നാൽ അത് നിലനിൽക്കുന്ന പ്രതിരോധമാണോ എന്ന് അങ്ങ് ആലോചിക്കൂ ശ്രീ പി കെ ഗോപൻ. ഞാൻ പറയുന്നത് അങ്ങ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു ചിത്രത്തിൻ്റെ പേരിൽ നിങ്ങൾ അതിനെ നിസ്സാരമാക്കരുത്. ആ ഒരു ചിത്രം ഒരു മെസ്സേജാണ്. എൻ്റെ ചോദ്യം, പോറ്റിയെ കയറ്റിയെ എന്ന് ഞാൻ ഇനിയും പാടും. ആരാണ് പോറ്റിയെ കയറ്റിയത്? പോറ്റിയെ കയറ്റിയത് ഇവിടെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്തിയ നേതൃത്വം കൊടുത്ത ആളിൻ്റെ പേര് പ്രയാർ ഗോപാലകൃഷ്ണ. എൻ്റെ സഹപാനസ്റ്റികൾ രണ്ടുപേർക്കും അദ്ദേഹം പ്രിയപ്പെട്ടവനാണ്. കോൺഗ്രസും BJP ആയിരുന്നു. ആ പ്രയാർ ഗോപാലകൃഷ്ണൻ സംഘടിപ്പിച്ച പന്തളം കൊട്ടാരവുമായിട്ട് ചേർന്ന് സംഘടിപ്പിച്ച ആ പ്രതിഷേധത്തിൽ കണ്ണിയായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ ആളുകൾ. അപ്പോൾ അന്നേ ഉണ്ട് ബന്ധം. അത് 2019 അല്ലല്ലോ. ഇത് ഇവരിപ്പോ കോൺഗ്രസിന്റെ പ്രതികൾ ഈ ചർച്ചയിൽ എല്ലാ ചാനലിലും വന്നിരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഇവരുടെ സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ഇടപെട്ടോ? നിങ്ങൾ ആങ്കർ മോഡറേറ്റർ നിശ്ചയിക്കേണ്ടത് ഇവരുടെ സമയം അനുവദിച്ചു കൊടുക്കുമ്പോൾ ഇടപെടുത്ത് ഞങ്ങളെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങൾ 4-1 സമയം മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ പോയിന്റ് പറയാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന പോയിന്റ്, അവതാരകനെ സംബന്ധിച്ചിടത്തോളം അവതാരകൻ പറയുന്ന പോയിന്റ് ഞങ്ങൾ പറഞ്ഞോളാം. മറ്റുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്നതൊന്നും ഞങ്ങൾ പറഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പോറ്റിയെ കയറ്റിയെന്നുള്ള പാട്ട് മുസ്ലിം ലീഗ് എഴുതി കൊടുത്ത പാട്ട് കേരളമാകെ ബൂത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നവർ ഈ സോണിയാഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടായിരുന്നു പോറ്റിക്ക് ആത്മബന്ധം. പ്രയാർ ഗോപാലകൃഷ്ണനാണ്. പോറ്റിയെ ശബരിമലയിൽ അജിറ്റേഷനിൽ പങ്കെടുപ്പിച്ചത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അതാണ് അതിന്റെ ദൈവം. അത്ര നിഷ്കളങ്കമായിരുന്നു മുസ്ലിം ലീഗ് കയറി വന്നത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം എഴുതി കൊടുത്തത് അല്ലല്ലോ. അല്ലല്ല, മുസ്ലിം പ്രവർത്തനം അല്ല എഴുതി കൊടുത്തത്. അല്ലല്ല, മുസ്ലിം പ്രവർത്തനം അല്ല എഴുതി കൊടുത്തത്. അല്ല, അയാൾ കോൺഗ്രസ്സുകാരനാണ്. അല്ലാതെ അയാൾ കോൺഗ്രസ്സുകാരനാണ്. അയാൾ കോൺഗ്രസ്സുകാരനാണ്. അല്ല പി കെ ഗോപൻ, താങ്കൾ നൈസായിട്ട് ഇടയ്ക്കൂടെ അത് തിരികേറ്റോട് ചോദിച്ചാ അത്ര നിഷ്കളങ്കം അല്ലെന്ന് ഞാൻ പറയാം. ആ പോറ്റിയെ കയറ്റി എഴുതി കൊടുത്തത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനമല്ല, കോൺഗ്രസിന്റെ പ്രവർത്തന. അല്ല അല്ല താങ്കൾ സംശയമുണ്ടോ? അല്ല താങ്കൾക്ക് സംശയമുണ്ടോ? ആ പാട്ട് എഴുതിയത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനമല്ല, കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്. താങ്കൾ സംശയമുണ്ടോ? ആയിക്കോട്ടെ സാർ, തർക്കമില്ല. നിങ്ങൾ വാദിച്ചുറപ്പിച്ചോ, എനിക്ക് തർക്കമില്ല. രാജ്യം പറഞ്ഞു പോരുത് അങ്ങനെ. അതായത് ഇവിടെ അദ്ദേഹം പറഞ്ഞത് അതെ, നിങ്ങൾ അല്ല, ഇങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ വേറെ വാശി പിടിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇവിടെ പച്ച കള്ള ഇരുന്നുകൊണ്ട് നമ്മളെ അല്ല നമ്മളെ പോറ്റിയെ കയറ്റിയ ഗാനത്തിനകത്ത് പ്രിയപ്പെട്ട വികാരങ്ങളെ നിങ്ങളൊന്ന് വ്രണപ്പെടൂ എന്ന് ചില നേതാക്കളൊക്കെ ഒന്ന് പ്രസംഗിന്ന് കേട്ടു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് മുസ്ലിം ലീഗ് കയറി വന്നപ്പോഴത്തേക്ക് അത്ര നിഷ്കളങ്കമല്ല എന്ന് ഞാൻ പറഞ്ഞ പി കെ ഗോപൻ. അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കും, ഞാൻ ഇടപെടില്ല. എൻ്റെ ഹാഷ്മി താജ് ഇബ്രാഹിം അങ്ങുൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നല്ല പരിശോധന നടത്തണം. ഒരു ബാലൻസിങ്ങും ഇല്ലാത്ത ചർച്ചയാണ് നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് BJPയുടെ ഒരു പ്രതിനിധി വേണം, കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി വേണം. നിങ്ങൾ ദുർബലരാ സാർ.
ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെ നിങ്ങൾക്ക് പേടിയാണ്. കാരണം നിങ്ങൾക്ക് അത് രണ്ടും മാത്രം പോരാ, പിന്നെ നിങ്ങൾക്കൊരു വലതുപക്ഷ നിരീക്ഷണം കൂടി വേണം. താങ്കൾ ഒരു വ്യാജ അടക്കോടെ നുഴഞ്ഞേറ്റി ഞാൻ കണ്ടുപിടിച്ചു. അത് പ്രൊവോക്കേഷൻ പറഞ്ഞോളൂ. ഇനി ഞങ്ങൾക്ക് അറിവില്ല പറഞ്ഞായിരിക്കാം. ഞാൻ ഒരു അടുക്കും പറഞ്ഞില്ല. അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഏത് പാർട്ടി നിങ്ങൾ വീണ്ടും അതിൽ തന്നെ കുരുക്കിയിടുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. ഈ പറയുന്ന ആള് ടി കെ ഹംസയുടെ സുഹൃത്ത്, ടി കെ ഹംസയുടെ ജീവിതകഥ പാട്ടാക്കി മാറ്റിയ ആൾ, അദ്ദേഹം മനോഹരമായ ആത്മകഥാംശമുള്ള സാധനം എഴുതുന്നതാണെന്ന് അവതാരികയിൽ ടി കെ ഹംസ എഴുതിയ ആൾ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് സി പി കെ കോപൻ. അങ്ങനെ അറിയില്ല പറഞ്ഞായിരിക്കും. അത് വിട്ടേക്കോ, അങ്ങ് പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞു പൂർത്തേക്കുള്ളൂ. അല്ല ശ്രീ ഹാഷ്മി, അദ്ദേഹം ഇട്ട 2 പോസ്റ്റ് കിടപ്പുണ്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട. ഇട്ട സ്ത്രീവിരുദ്ധമായ ഒരു പോസ്റ്റ് അദ്ദേഹം സഖാത്തി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് സതീശനെ ഒരു വനിതയാണ്. അദ്ദേഹം വളരെ മാന്യനാണെന്നോ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യം ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. സതീശനെ അച്ഛനായി താങ്കൾ പറഞ്ഞത് മുസ്ലിം ലീഗ് പ്രവർത്തകർ എഴുതി കൊടുത്ത പോറ്റിയെ കയറ്റിയ പാരടിപ്പാട്ട് അത് എഴുതിയത് മുസ്ലിം ലീഗുകാരനല്ല, അത് കോൺഗ്രസ്സുകാരനാണ്. ഞാൻ തിരുത്തുകയായിരുന്നു. അത് ഞാൻ തിരുത്തണ്ടേ പി കെ കോമൻ? അതെ, ഹാഷ്മിയുടെ ധാരണ അതാണ്. അല്ല, ധാരണയല്ല, അത് സത്യമാണ്. താങ്കൾ പറഞ്ഞത് പത്മകുമാർ താങ്കളുടെ ആ ധാരണ തെറ്റാണ്. അത് തിരുത്താണ് ചെയ്തത്. അതിന്റെ ഉത്തരബോധത്തിൽ ഞാൻ പറയുന്നത്. പറഞ്ഞു തീരുമ്പോ എന്നെ വിളിച്ചാൽ മതി. അങ്ങ് പറയൂ. ഇല്ല, സാറ് പറഞ്ഞു തീർന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. അങ്ങ് പറഞ്ഞു തീർന്നിട്ട് സമയമുണ്ട് എന്നെ വിളിച്ചാൽ മതി. അങ്ങ് പറഞ്ഞോട്ടെ. അങ്ങ് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും സമയമുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം സമയം കൊടുത്തിട്ട് കിട്ടുമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ പാട്ട് എഴുതിയത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനല്ല, അത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അങ്ങയുടെ ധാരണ തെറ്റാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങ് പറയൂ. വീണ്ടും അങ്ങ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇത് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ പച്ച കള്ളോ വീണ്ടും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതിന് മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? പത്മകുമാർ ദൈവതുല്യരെന്ന് പറഞ്ഞ് അത് ആരെയാ ഉദ്ദേശിച്ചത്? എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? പത്മകുമാർ പറഞ്ഞ ദൈവതുല്യരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദൈവം ആരാ നമ്മൾ കണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങൾ നേരത്തെ പറഞ്ഞു ഞാൻ ചരട് കെട്ടിക്കൊണ്ടു. ഞാൻ അതുവരെ പറഞ്ഞില്ല, ഇപ്പം ഞാൻ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിക്കൊടുത്ത എന്ത് കെട്ടിയെന്നായിക്കോട്ടെ, കെട്ടിക്കൊടുത്ത ആളാണോ ദൈവതുല്യർ അതോ ഇപ്പുറത്തുള്ള ആണോ എന്ന് കണ്ടോട്ടെ. ഇനി പത്മകുമാർ ദൈവതുല്യർ എന്ന് പറഞ്ഞ ആരെക്കുറിച്ചാണ് പറഞ്ഞേ? ശബരിമലയെക്കുറിച്ച്, ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ വ്യാഖ്യാനിക്കും അതിനെ? ശബരിമലയിൽ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ. എവിടുത്തെ ദൈവം മൈനർ? മേജർ ആരാ? അവിടുത്തെ പ്രധാനപ്പെട്ട മേജർ എന്ന് പറയുന്ന ആരാ? തന്ത്രിയാണ്. അപ്പൊ ദൈവതുല്യർ എന്ന് പറഞ്ഞാൽ ആരാ? ആർക്കാ ഇത് അറിയാൻ വയ്യാത്ത? അതിലേക്കാണ് ഈ അന്വേഷണം ഇനി പോകേണ്ടത്. തന്ത്രി എന്തിനാണ് ശബരിമലയിൽ നിന്ന് പുറത്തുപോയി പൂജ നടത്താൻ പോന്നെ? തന്ത്രി എന്തിനാണ് ഗോവർദ്ധൻ വിളിച്ച പൂജയ്ക്ക് പോയെ? തന്ത്രി എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച പൂജയ്ക്ക് പോയത്? ദൈവതുല്യരെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ദേവസ്വം ബോർഡിനും ഗവൺമെന്റിനും പരിമിതിയുണ്ട്. അവിടുന്ന് ഒരു സാധനം പുറത്തേക്ക് പോകണമെങ്കിലോ പുറത്തുനിന്നൊരു സാധനം അകത്തേക്ക് കയറണമെങ്കിലോ തന്ത്രിയുടെ അനുവാദം ഇല്ലാതെ പറ്റില്ല. ആ തന്ത്രി ശബരിമലയിൽ ദൈവ ആരാധനയ്ക്ക് വരുന്ന ആളുകളെ പരിചരിക്കുക എന്നുള്ളതിനപ്പുറത്ത് അവർ വിളിച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്ത് പോയി അവിടെ പോയി പൂജ നടത്തേണ്ട യാതൊരു ബാധ്യതയില്ല. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് അവർ പരിഗണിക്കുന്നതും പൊതുസമൂഹം പരിഗണിക്കുന്നതും തന്ത്രി സെറ്റിനെയാണ്, പുരോഹിത വർഗത്തെയാണ്. ആ പുരോഹിത വർഗം ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ കരുതണോ എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോദിച്ചാൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ മന്ത്രിക്ക് മേലുള്ള മുഖ്യമന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറയുന്നു. ഇതേ ആളിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കഴിഞ്ഞ 8 പ്രാവശ്യം രാഷ്ട്രീയ ആരോപണം ഈ പറയുന്ന തന്ത്രിയാണെന്നുള്ളത് അങ്ങയുടെ വ്യാഖ്യാനം നമുക്കറിയില്ല. അത് SIT അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പത്മകുമാർ പറഞ്ഞ ദേവതുല്യർ ആരാണ് എന്ന് പറഞ്ഞത് SIT അന്വേഷിച്ച് നമുക്കറിയോ? തന്ത്രിയാണ് നമുക്കറിയോ? പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ അല്ല, പറയട്ടെ, പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ രാഷ്ട്രീയക്കാരല്ല. അത് 100% ശരിയാണ്. ശബരിമലയല്ല, ഒരു ക്ഷേത്രത്തിന്റെ സാമാന്യ കാര്യങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അത് മൂർത്തിയുടെ പിതാവിന്റെ സ്ഥാനമാണ് തന്ത്രിമാർക്ക്. ശബരിമലയിലെ മൂർത്തി ശബരിമല അയ്യപ്പനാണ്. അയ്യപ്പന്റെ ദേവസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന് മുകളിലുള്ള സ്ഥാനമായിട്ട് സമൂഹം കൽപ്പിക്കുന്നത് അവിടുത്തെ തന്ത്രിമാരെയാണ്, പുരോഹിതരെയാണ്. ശരി, പക്ഷേ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറാണ് പറയുന്നത്. അങ്ങ് പറയുന്ന വിശ്വാസത്തിന്റെ എഴുകേറിയുള്ള പരിശോധന CPM ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന് ബാധകമാകേണ്ടതുണ്ട്. എനിക്കറിയില്ല. SIT അത് അന്വേഷിക്കട്ടെ, SIT കണ്ടെത്തട്ടെ. നമ്മൾ പറയേണ്ട കാര്യമില്ല. പത്മകുമാർ വിശ്വാസിയാ സാർ. ഞങ്ങൾ വിശ്വാസികളെ മാത്രമേ ശബരിമലയുടെ ഭരണം ആ വിശ്വാസിയാണ് ഈ പറയുന്ന കേസിൽ ഇപ്പോ ആ വിശ്വാസികളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന മാരക ക്ഷേത്ര കൊള്ളയിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു എല്ലാ വിശ്വാസികളും. ഈ പറയുന്ന പൂറ്റിയൊക്കെ വിശ്വാസം അടുത്തൂടെ പോയിട്ടുണ്ടോ? കടകംപള്ളിക്കെതിരായിട്ട് കടകംപള്ളിക്കെതിരായിട്ട് VD സതീശൻ ആക്ഷേപം ഉന്നയിച്ചു. എങ്ങനെയുള്ള ആക്ഷേപം ഉന്നയിച്ചേ? സ്വർണം കച്ചവടം നടത്താൻ കൂട്ടുനിന്നെന്നും അതിന് നേതൃത്വം കൊടുത്തെന്നും ഈ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസ് കൊടുത്തു.
7 8 തവണയായിട്ട് കോടതി VD സതീശനോട് പറഞ്ഞു തെളിവ് ഹാജരാക്കാൻ. അദ്ദേഹം തെളിവ് ഹാജരാക്കുന്നില്ല, രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. അപ്പോൾ തെളിവില്ലാതെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.